ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ യൂട്യൂബിന്റെ അനാലിറ്റിക്സ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് താഴ്ത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം താഴ്ത്തേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് താഴ്ത്തേക്ക് പോകുന്നത് എന്നതിനെ പറ്റിയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് അധികം വരുന്ന ഒരു എൻക്വയറിയാണ് വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ വ്യൂവും കാര്യങ്ങളൊക്കെ സ്പാം ആയി പോകുന്നു, അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല, കുറഞ്ഞു പോകുന്നു എന്നൊരു പീരീഡ്. ഓക്കെ, അപ്പോൾ ഈ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓൾറെഡി യൂട്യൂബ് നമുക്കൊരു ഇന്റിമേഷൻ, അല്ലെങ്കിൽ ഗൂഗിൾ നമുക്കൊരു ഇന്റിമേഷൻ ഓൾറെഡി തന്നിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ. അതായത് ഇനാക്റ്റീവായിട്ട് കിടക്കുന്ന അക്കൗണ്ടുകൾ അവർ ഡിസേബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വർക്ക് ചെയ്യാത്ത, അല്ലെങ്കിൽ കുറെ നാളായിട്ട് യൂസ് ചെയ്യാണ്ട് ഇരിക്കുന്ന ഇനാക്റ്റീവായി കിടക്കുന്ന അക്കൗണ്ടുകളെല്ലാം, ഇനാക്റ്റീവായി കിടക്കുന്ന ഇമെയിൽ അക്കൗണ്ടുകളെല്ലാം അവർ ബ്ലോക്ക് ചെയ്യുകയും ഇനാക്റ്റീവായി കിടക്കുന്ന അക്കൗണ്ടുകളെല്ലാം അവർ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ നിങ്ങൾക്ക് വളരെ ഒരു എന്താ പറയുക, ആ എണ്ണത്തിൽ നിങ്ങൾക്ക് കുറവുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ വന്നിരിക്കുന്ന ഡിസേബിൾ ആയി പോയിരിക്കുന്ന ഐഡീസിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെ ഇനി നമ്മുടെ ചാനലിനകത്ത് കാണില്ല. അപ്പൊ ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മുടെ ഒരു റീസൺ അതാണ്. ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ടിൽ താഴത്തേക്ക് എല്ലാ ദിവസവും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറഞ്ഞു വരുന്നത്. അല്ലാണ്ട് ആരും നമ്മുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല വരുന്നത്. ഈ ഒരു റീസൺ കൊണ്ടാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ ചാനലുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ചാനലുകൾ അവർ ക്ലോസ് ചെയ്യുന്നുണ്ട്, ചാനൽ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ ഒരു സബ്സ്ക്രൈബർ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു, ആ ക്രിയേറ്റ് ചെയ്ത ചാനലിൽ നിന്ന് എന്റെ ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ ചാനൽ എന്തെങ്കിലും റീസൺ കൊണ്ട് ഗൂഗിളിന്റെ യൂട്യൂബിന്റെ പോളിസി വയലേഷൻ കൊണ്ടോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കോ എന്തെങ്കിലും വന്നിട്ട് ആ പർട്ടിക്കുലർ ചാനൽ ഡിലീറ്റ് ആയി പോകുന്നു. അങ്ങനെ ഡിലീറ്റ് ആയി പോകുന്ന സമയത്ത് ആ ചാനൽ ടെർമിനേറ്റ് ആവുന്നതിനോടൊപ്പം തന്നെ ആ പർട്ടിക്കുലർ ഇമെയിൽ ഐ ഡിയിലുള്ള ഒരു യൂട്യൂബ് അക്കൗണ്ട് കൂടി ടെർമിനേറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ്, അതിൽ നിന്നും കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂടി ഇതോടൊപ്പം തന്നെ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ ആ പർട്ടിക്കുലർ ചാനലിൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് അവർ 10 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 പേർക്കും ഈ സബ്സ്ക്രിപ്ഷൻ ലോസ്റ്റ് കാണിക്കുന്നതായിരിക്കും. കാരണം അങ്ങനെ ഒരു യൂസർ ഇല്ല, ഒരു സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ ഒരു യൂസർ ഇല്ല. അപ്പൊ പിന്നെ ഒബ്വിയസ്ലി അതിന്റെ സബ്സ്ക്രിപ്ഷൻ കൗണ്ടും കാര്യങ്ങളും താഴ്ത്തി പോകുന്നതായിരിക്കും. അപ്പൊ ഇതാണ് മറ്റൊരു റീസൺ. ഈ യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കഴിഞ്ഞ ഡിസംബറിൽ ഒരു ഇന്റിമേഷൻ വന്നിരുന്നു, ഇനാക്റ്റീവായി കിടക്കുന്ന അക്കൗണ്ടുകളെല്ലാം അവർ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് അങ്ങനെ ഏതെങ്കിലും അക്കൗണ്ട് നമ്മുടെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് റീലോഗിൻ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ഇന്റിമേഷൻ വന്നിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഈ സബ്സ്ക്രൈബേഴ്സിന്റെ ലോസ്റ്റ് വരാനുള്ള, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് ഡേ ബൈ ഡേ നമ്മുടെ ചാനലിനകത്ത് കുറഞ്ഞു വരാനുള്ള റീസൺ. ഓക്കെ, അപ്പൊ ഇതിന് പ്രതിവിധി എന്ന രീതിയിൽ ഞാൻ മുമ്പും പറഞ്ഞൊരു സംഭവമാണ് സബ് ഫോർ സബ് എന്നുള്ള സംഭവം. അതായത് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുകയാണ് പരമാവധി നല്ലത്. ഇനി മുൻപോട്ട് ആയാലും അത് നമ്മുടെ ചാനലിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇനാക്റ്റീവ് ആ പറഞ്ഞ പർട്ടിക്കുലർ ചാനൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇമെയിൽ ഐ ഡി ചിലപ്പോൾ ഈ പറഞ്ഞ സഫോസബിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി ആയിരിക്കും. അവർ വേറെ ഭാവിയിൽ ചിലപ്പോൾ ഈ പർട്ടിക്കുലർ ഇമെയിൽ ഐ ഡി ഇനി ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റ് നമ്മുടെ ചാനലിനകത്ത് ഉണ്ടാവില്ല. ഈവൻ ഞാനും എന്റെ ചാനൽ തുടങ്ങിയ സമയങ്ങളിൽ സബ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഞാൻ പറയുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് യാതൊരു കാരണവശാലും അതുപോലെയുള്ള സബ്ബും കാര്യങ്ങൾക്കും ചെയ്യാതിരിക്കുക. ഓക്കെ, പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത്. പരമാവധി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് വാച്ച് അവർ ആയിട്ടില്ല 4000 സബ്സ്ക്രൈബേഴ്സ്, വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് വന്നോളും. ഓക്കെ, നിങ്ങൾക്ക് 4000 വാച്ച് അവറിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കൗണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി വറി ചെയ്ത് ചാനൽ തുടങ്ങുന്നതിന്റെ പിറ്റേ ദിവസം 1000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ് അങ്ങനത്തെ കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണ് ഇനി ഇവിടുന്ന് മുൻപോട്ട് നല്ലത്. കാരണം യൂട്യൂബിന്റെ ഭാഗത്തുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ലോസ്റ്റ് സംഭവിക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ മുൻപും ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ നമ്മുടെ ചാനലിന്റെ ബോർഡ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ.